വിശുദ്ധ യാക്കോബ് ശ്ലീഹ ഗലീലയിലെ മീൻപിടുത്തക്കാരനായിരുന്നു. സെബെദിയുടെ മക്കളിൽ ഒരുവനായിരുന്ന വിശുദ്ധ യാക്കോബ് ഇടിമുഴക്കത്തിൻ്റെ മകൻ എന്ന പേരിലാണ് വിശുദ്ധൻ അറിയപ്പെടുന്നത്. യാക്കോബ് നാമധാരികളായ മറ്റുള്ളവരിൽ നിന്നും തിരിച്ചറിയുവാനായി വിശുദ്ധൻ വലിയ യാക്കോബ് എന്ന പേരിലും അറിയപ്പെടുന്നു. വിശുദ്ധ പത്രോസിനും വിശുദ്ധ യോഹന്നാനോടുമൊപ്പം യാക്കോബിനും യേശുവിൻ്റെ രൂപാന്തരീകരണത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടായി. പിന്നീട് യേശുവിൻ്റെ ഗെത്സമൻ തോട്ടത്തിലെ കഠിനയാതനയുടെ സമയത്തും വിശുദ്ധൻ കൂടെയുണ്ടായിരുന്നു. ഹെറോദ് അഗ്രിപ്പായുടെ ഉത്തരവനുസരിച്ച് 42 അല്ലെങ്കിൽ 43 ജെറുസലേമിൽ വെച്ച് വിശുദ്ധനെ തലയറുത്ത് കൊലപ്പെടുത്തുകയാണുണ്ടായത്. ഈ വിശുദ്ധൻ്റെ തിരുശേഷിപ്പുകൾ തങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് 9-ാം നൂറ്റാണ്ട് മുതൽ സ്പെയിൻ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇതിൻ്റെ തെളിവ് വിശ്വാസികളുടെ ഭക്തിയിൽ കവിഞ്ഞതായി ഒന്നുമില്ല. മധ്യകാലഘട്ടങ്ങളിൽ കോമ്പോസ്റ്റലായിലെ വിശുദ്ധ യാക്കോബിൻ്റെ ദൈവാലയത്തിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്കായിരുന്നു. വിശുദ്ധ നാട് കഴിഞ്ഞാൽ ക്രിസ്തീയ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രസിദ്ധവും തീർത്ഥാടകർ എത്തിയിരുന്നതും ഇവിടെയായിരുന്നു. കോമ്പോസ്റ്റെല്ലായിലേക്കുള്ള തീർത്ഥാടനത്തിനുള്ള പാതകളുടെ ഒരു ശൃംഖല തന്നെ യൂറോപ്പിൽ സൃഷ്ടിക്കപ്പെട്ടു. നിരവധി ദൈവാലയങ്ങളെയും തീർത്ഥാടക കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ പാത. അവയിൽ ചിലത് ഇപ്പോഴും ഉണ്ട്. സ്പെയിനിൽ വിശുദ്ധൻ അറിയപ്പെട്ടിരുന്നത് കുതിരക്കാരുടെയും പടയാളികളുടെയും മധ്യസ്ഥനായ എൽ സെനോർ സാന്റിയാഗോ ആയിട്ടായിരുന്നു. സ്പെയിനിലെ സാന്റിയാഗോ ഡെ കോമ്പസ്റ്റെല്ലയിലുള്ള വിശുദ്ധ യാക്കോബിൻ്റെ പ്രസിദ്ധമായ ദൈവാലയം നൂറ്റാണ്ടുകളോളം ഒരു പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായിരുന്നു. വലിയ യാക്കോബും അദ്ദേഹത്തിൻ്റെ സഹോദരനായ വിശുദ്ധ യോഹന്നാനും പത്രോസ്, അന്ത്രയോസ് എന്നീ സഹോദരന്മാരുമായി ആഴമായ സൗഹൃദമുണ്ടായിരുന്നു. ഗലീലി നദിയുടെ വടക്കൻ തീരപ്രദേശത്തുള്ള ബെത്സയിദയിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. വിശുദ്ധ യാക്കോബ് യേശുവിനെ ആദ്യമായി കണ്ടത് എവിടെയായിരുന്നുവെന്നും എപ്രകാരമായിരുന്നുവെന്നും ഈ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. എന്നാൽ ഒരു പഴയ ഐതിഹ്യമനുസരിച്ച് യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ സഹോദരിയായിരുന്ന വിശുദ്ധ യാക്കോബിൻ്റെ അമ്മയായിരുന്ന സലോമി ആയതിനാൽ വിശുദ്ധ യാക്കോബിന് യേശുവിനെ ചെറുപ്പം മുതൽ അറിയുമെന്ന് അനുമാനിക്കുന്നു. പത്രോസിനും യോഹന്നാനോടുമൊപ്പം യാക്കോബും യേശുവിനോട് ഏറ്റവും അടുത്തവരുടെ വലയത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. യേശുവിൻ്റെ രൂപാന്തരീകരണത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആളാണ് വിശുദ്ധൻ. കൂടാതെ യേശുവിൻ്റെ നിരവധി അത്ഭുത പ്രവർത്തനങ്ങൾക്ക് വിശുദ്ധ യാക്കോബ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഗെത്സമൻ തോട്ടത്തിലേക്ക് യേശു പോയപ്പോൾ വിശുദ്ധ യാക്കോബും യേശുവിനെ അനുഗമിച്ചിരുന്നു. യേശുവിൻ്റെ മരണത്തിന് ശേഷം യാക്കോബ് സുവിശേഷ പ്രഘോഷണങ്ങളിൽ സജീവമായി. ഉയിർപ്പിന് ശേഷം ഏതാണ്ട് 12ഓളം വർഷങ്ങൾക്കുള്ളിൽ തന്നെ വിശുദ്ധൻ അക്കാലത്തെ രാഷ്ട്രീയ കുതന്ത്രങ്ങൾക്ക് ഇരയാവുകയും രാജാവായിരുന്ന ഹെറോദ് അഗ്രിപ്പായുടെ നിർദ്ദേശപ്രകാരം വിശുദ്ധനെ പിടികൂടി വധിക്കുകയും ചെയ്തു. ഇതിനുശേഷം വിശുദ്ധ പത്രോസിനെയും ബന്ധിതനാക്കുകയുണ്ടായി. പുതിയതായി ഉണ്ടായ ക്രിസ്തുമതം ജൂതമതത്തിനൊരു വെല്ലുവിളിയാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ക്രിസ്ത്യൻ നേതാക്കളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള അഗ്രിപ്പായുടെ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു വിശുദ്ധ യാക്കോബിൻ്റെ മരണം. നിങ്ങളും ഇതേ കാസയിൽ നിന്നും കുടിക്കും എന്ന് പറഞ്ഞതുവഴി തൻ്റേതുപോലെ തന്നെയായിരിക്കും അവരുടെയും അന്ത്യമെന്ന് യേശു പ്രവചിക്കുകയായിരുന്നു. അപ്പസ്തോലന്മാരിൽ വിശുദ്ധ യാക്കോബിൻ്റെ മരണമാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏക മരണം. ആ തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരിൽ തൻ്റെ ഗുരുവനായി ജീവൻ ബലികഴിക്കുവാനുള്ള ആദ്യത്തെ ഭാഗ്യം ലഭിച്ചത് വിശുദ്ധ യാക്കോബിനാണ്.